എന്റെ കയ്യിലും 2 പൂവുണ്ട്, എന്റെ കയ്യിലും 2 പൂവുണ്ട്. അതെ, അപ്പോ ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പലർക്കും ഇതെന്താണ് പരിപാടി എന്നുള്ളത് മനസ്സിലായി കാണും അല്ലേ? മനസ്സിലായി കാണും. അതെ, ഈ 2 പുഷ്പങ്ങൾ അല്ല, ടോട്ടൽ 4 പുഷ്പങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് 2 പൂവുകളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്തേ ഒന്നില്ല, പറഞ്ഞോളൂ. കണ്ടിന്യൂ. അവരിപ്പോഴും പുതുമോടിയിലാണ്. നമ്മൾ അതിങ്ങനെ പറയുന്നുണ്ട്, നമുക്കറിയാം, എടുത്തു പറയേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് വെൽക്കം ആര്യ ആൻഡ് അഭിഷേക്. ഇത് അഭിഷേക് ആര്യക്ക് കൊടുക്കേണ്ടത്, ഇത് ആര്യ അഭിഷേകിന് കൊടുക്കേണ്ടത്. ഇത്രയും തുടിക്കോ? നിങ്ങള് കുറച്ച് അഭിഷേക് ആര്യയെ പറ്റി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, അഡ്മയർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞ് ഒരു റൊമാൻറ്റിക് ഫീലോടുകൂടി ഈ റോസാപ്പൂക്കൾ കൊടുക്കാം. ആര്യ തിരിച്ചു അതേപോലെ തന്നെ എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് ആവാം. ആര്യയോട് ഇത്രയും നാളും, അതായത് കല്യാണം കഴിഞ്ഞിപ്പോ ഇത്ര മാസമായിട്ടും പറയാത്ത എന്തെങ്കിലും ഒരു കാര്യമാവാം. Thank you for being there. Thank you for being yourself. Continue it. അയ്യോടാ. നന്ദി, നമസ്കാരം. ഞാൻ കണ്ടു. എന്താ ചെയ്തത്? ഇവിടെയാ കവിളില്ല, കുഴപ്പമില്ല. അത് ഞാൻ കുറെ കണ്ടു. ഓക്കെ, അപ്പൊ ആര്യക്ക് എന്താണ് തിരിച്ച്? ഭയങ്കര ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്, സോഫ്റ്റ് സ്പോക്കൺ ആണ്. അപ്പൊ എനിക്ക് കല്യാണം കഴിക്കാനേ പ്ലാൻ ഇല്ല ഒന്നാമത്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇവൻ അല്ലെങ്കിൽ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു 100% ഉറപ്പാണ്. ഇഫ് നോട്ട് യു ഐ വുഡൻ ഗെറ്റ് മാരിഡ് എന്നുള്ളത്. അത് നോബഡി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. കാരണം ഇങ്ങനെ വൈറലാവുന്നു, സെൻസേഷൻ ആവുന്നു, ഒറ്റയടിക്ക് കുറെ പ്രഷർ വരുന്നു, കാണാത്ത പലരെയും കാണുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരുന്ന ഒരാളല്ല. പല സമയങ്ങളിൽ ഞാനിങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവൻ ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹിന്ന് വന്ന് എനിക്ക് ഭക്ഷണം വാങ്ങിച്ച് വായിൽ വെച്ച് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ. അപ്പോഴും ഈ പറഞ്ഞ പോലെ കല്യാണം എന്ന് ആലോചിക്കുന്നില്ല. അബീനെ പറ്റി പെട്ടെന്ന് എനിക്ക് മനസ്സിലങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സാധനമാണ് തലയിൽ വരുന്നത്. കാരണം എപ്പോഴും ഞാനിങ്ങനെ പുറത്തിങ്ങനെ ഓടിച്ചാടി തുള്ളിച്ചാടി കളിക്കുന്ന ഒരാളാകുമ്പം അകത്ത് ചിലപ്പം വിഷമമുള്ള സമയങ്ങളിൽ ആരും ഇല്ലാത്ത പോലെ തോന്നുമ്പോഴത്തേക്ക് ആദ്യം അബിയാണ് വരുന്നത്. ഞാൻ അഭിഷേക് എന്ന് വിളിക്കാറില്ല, SS എന്നാണ് വിളിക്കാറ്. പ്രിയപ്പെട്ട SS, ദിസ് ഇസ് ഫോർ യു. ഐ ഹോപ്പ് വി ഹാവ് ലോട്ട്സ് ഓഫ് കിഡ്സ് ടുഗദർ. We take care of them together. I hope you finish your doctor studies soon so we can start our beautiful little family. അയ്യോ, പക്ഷെ ഒരു ഗംഭീര, ഭയങ്കര സ്വീറ്റ്. അതെ, എന്തൊരു നല്ല വാക്കുകളായിരുന്നു രണ്ടുപേരും പറഞ്ഞത്. നമ്മുടെ ഒക്കെ സോ ടച്ചിങ്. അതെ, എന്താണെന്നറിയാം, യങ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഇത്ര സ്വീറ്റ് ആയ 2 പേർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ല. രണ്ടുപേരും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യണ്ടേ നമുക്ക്? ഇവരുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. രണ്ടുപേരുടെയും ബോക്സ് ഒരേപോലെ ഇരിക്കുന്നു. ഇത് രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണോ വാങ്ങിയത്? സത്യം പറയട്ടെ, പറഞ്ഞോ. പൊതുവെ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നത് മേടിക്കുന്നത് ഇവനാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വളരെ അപൂർവ. എനിക്ക് പൊതുവെ പുറത്തിറങ്ങാൻ ഇഷ്ടമല്ല. ഇവന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും പുള്ളി തന്നെയാണ് ഓർഡർ ചെയ്തത്. അതായത് ഞാൻ സത്യം പറ. അഭിഷേക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് എന്നാണ്? പഴക്കൊല. പഴക്കൊലയോ? വാഴയിലാന്ന് ആദ്യം പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചു. ഞാൻ കൊച്ചിയിലാണല്ലോ താമസിക്കുന്നത്. അപ്പൊ എന്റെ പഴയ ലവൊക്കെ പൊട്ടി കുളമായ സമയത്ത് അടുത്ത ആളെ ഡേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇവനാണ് എനിക്ക് പണ്ടേ അറിയാം. എനിക്കൊരു 5ാം ക്ലാസ് മുതൽ പരിചയമുണ്ട്. നമ്മൾ ഒരേ പാട്ട് ക്ലാസ്സിൽ പഠിച്ച് നല്ല ഫ്രണ്ട്സാ. വൺസ് ഇൻ 4-5-6 months ഒക്കെ ഇങ്ങനെ വിളിക്കും. ഞാനും വെറുതെ ഇരിക്കായിരുന്നു, ഇവനും സിംഗിൾ ആയിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു, ആർ യു ഇൻ ഫോർ എ ഡേറ്റ് എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ പറഞ്ഞു, ശരി, February 2ാം തീയതി നീ കൊച്ചിയിലോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഒരു പഴക്കൊല സഞ്ചിയിലെടുത്തിട്ട് ഇങ്ങനെ വരിക മച്ചാൻ. അല്ല, സാധാരണ ഇങ്ങനെ റോസാപ്പൂ, ഗിഫ്റ്റ് കാർഡ് അതൊക്കെ കിട്ടുമ്പം എപ്പോഴും കിട്ടുന്ന സാധനമല്ലേ. ഇത് പഴക്കൊലയായപ്പോ ഞാൻ ഇങ്ങനെ ഇവൻ ഇതെന്തോന്ന് എന്നുള്ള മോഡ്. എവല്യൂഷണറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്തായാലും പഴക്കൊല ഏറ്റു. ഒന്ന് അറിഞ്ഞാലോ, റിവീൽ ചെയ്താലോ? അൺബോക്സിംഗ് റെഡി. രണ്ടുപേരും ഒരുപാട് വായിക്കും ആര്യ. അതുപോലെ തന്നെ പസിൽസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര
ഇഷ്ടമാണ്. അതുകൊണ്ട് ഡൈവേർട്ട് ചെയ്യുക, ചിന്തകളെ ഡൈവേർട്ട് ചെയ്യലാണ് പ്രധാന ഉദ്ദേശം. വേണ്ട, നീ ബാക്കി പറഞ്ഞു. അപ്പം തുറന്നു കൊടുക്കാം, ഓക്കെ, ഒരുമിച്ച് തുറക്കാം. ഒരുമിച്ച് കൊടുക്കാം. ഇവൻ എനിക്ക് ഗിഫ്റ്റ് തന്നാ അതെനിക്ക്, ഞാൻ ഇവന് ഗിഫ്റ്റ് കൊടുത്താ അതും എനിക്ക്. അങ്ങനെയാണ് കേട്ടോ. Mother Mary Comes to Me by Arundhati Roy. And ഒരു സുഡോക്കു ഉണ്ട്. അഭിഷേക് തന്നെ വാങ്ങിച്ച ഗിഫ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് അഭിഷേക്. ഇതെന്താവും? അപ്പൊ അഭിഷേകിന് ആവശ്യമായിട്ടുള്ളത് പെർഫ്യൂംസ് ആയിരുന്നോ? ചോക്ലേറ്റോ? ഇത് എനിക്ക് വീട്ടിൽ പോയി തിന്നാൻ വേണ്ടി ഞാൻ തന്നെ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തത്. ചെറിയ റിക്വസ്റ്റ് കൂടി ഉണ്ട്. നടക്കാനല്ലേ ഇങ്ങനെ. ആരാ ചേട്ടൻ എന്തൊക്കെ അറിയണേ? കളഞ്ഞതല്ല, ചിരിച്ചതാ. സന്തോഷം കൊണ്ട് ചിരിച്ചാ. എന്റെ പേര് മായ മദനൻ. എഴുന്നേക്കാല്ലേ? ആയിക്കോട്ടെ, സന്തോഷം. നൈസ് ടു മീറ്റ്. ഡെയിൻ ഡേവിസ്. മായ മദനൻ. എനിക്ക് ഈ സന്തോഷം കൊണ്ട് ഈ ഒരു വേദിയിലോട്ട് ഇന്ന് ഈ ഒരു അവസരത്തിൽ ഇങ്ങോട്ട് വരാൻ വലിയ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് എനിക്ക് തമ്മിലുള്ള ഒരു മനംപുരട്ടലിനെ പറ്റി പറയാമെന്നാണ്. അത് നമ്മുടെ ഇഞ്ചിയില്, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല, ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ഉപ്പ് കൂട്ടിയിട്ട് കഴിച്ചാൽ മതി. ഇത് മനപ്പരട്ടല്ല, മനപ്പുറത്തല്ലേ പറഞ്ഞേ? ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള മനപ്പൊരുത്തം. മനപ്പൊരുത്തമുള്ള ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. മതിച്ചേട്ടനും ചേച്ചിയും തമ്മിൽ നല്ല മനപ്പൊരുത്തം ഉണ്ടായിരുന്നു. നമ്മൾ അതിലോട്ട് കടക്കുമായിരുന്നു. മനപ്പൊരുത്തം എന്ന് പറയാം. എത്ര 10 8 8 10 ചിലപ്പോ 10 10 വരും, ചിലപ്പോ പറയാൻ പറ്റൂല. നസീർ കൈ പിന്നെ ചേച്ചി തമ്മിലുള്ള ആ ഒരു മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ അത് 10 6. 10 ഞാൻ 6. മാർക്ക് പോലും അല്ലാന്നല്ലോ. അതെ, ഉണ്ണിമേനോൻ ചേട്ടനും ചേച്ചി തമ്മിലുള്ള നല്ല മനപ്പൊരുത്തം ഉണ്ടായിരുന്നു. എത്ര ഇട്ട്? ഏകദേശം ഒരു 9 പറയാം. അതൊന്നും അല്ല. ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ 10 20. ഞാൻ അവൾ എന്ത് മനസ്സ് വിചാരിക്കുന്നോ ഞാൻ അതുപോലെ സാധിച്ചു. അതുപോലെ പൊരുത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊരുത്തോ ഞങ്ങളുടെ വീട്ടിൽ. പൊരുത്തം കൊണ്ട് സ്നേഹം തളം കെട്ടി എടുക്കുന്നു. തടഞ്ഞു നിർത്തിയതാ. അതെ അതെ. എന്താ അങ്ങോട്ട് പറിക്ക. അതായത് മന്ത്രേട്ടൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പം ഒരു കാര്യം മനസ്സിൽ ആലോചിച്ചില്ലായിരുന്നോ? രാവിലെ പല്ല് കേൾക്കുന്ന കാര്യമൊന്നും അതല്ല, എന്തുവായാലും അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാണിച്ച് കണ്ണടക്കേ. ഒരു രാജമല്ലി വിടരുന്ന പോലെ എഴുതിയൊരു മുഖം. പരിശ്രദ്ധിക്കണ്ട. ഇതെന്താ ഇത്? പുഷ്പം. അങ്ങനല്ല, പിന്നെ അല്ലാതെ ഈ കുഞ്ചാക്കോ സ്റ്റൈലിൽ ഇങ്ങനെ മുട്ടുകുത്തി വന്നിട്ട് ഈ റൊമാൻസ് ഒക്കെ കണ്ടിട്ടില്ല, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ മുട്ട കുത്തിയുണ്ട്. വെറുതെ തൊലി കളയാ മുട്ടയില്. അത് എന്നോടാ പറഞ്ഞത്. സ്വന്തം ഷൂവിന്റെ വള്ളി അടിഞ്ഞാൽ പോലും കെട്ടാത്തവൻ ഉടനെ കുഞ്ഞാങ്ങ് മുട്ട കുത്തി അത് നിക്കങ്ങോട്ട്. ഐ ലവ് യു. നീ ചൂന്ന് പറഞ്ഞ അങ്ങോട്ട് മേടിക്കാൻ മുട്ട തീർന്നു. അങ്ങോട്ട് മേടിക്കും. വിരാച്ചൻ ബഹിരാകാശത്താണ്. വിരാച്ചൻ ശാസ്ത്രത്തിനൊന്നും അല്ല. ഞങ്ങളുടെ അമ്പലത്തിൽ പൂരം നടക്കുമായിരുന്നു. പെണ്ണുങ്ങളെ കണ്ടപ്പോ ഇയാളങ്ങ് ഇളകി. ലവിന്റെ ബലൂണിൽ മറ്റേ ഹൈഡ്രജൻ നിറച്ചേ അതിലെ 10 മാറ്റി കയ്യിലങ്ങ് വെച്ചു. അതോടുകൂടി ഒരു ഒറ്റ പോക്കാ പുള്ളി. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും. അമ്പലത്തിൽ കൊടി പൊങ്ങുമ്പോ എല്ലാരും മേലോട്ട് നോക്കി ഇയാൾ താഴോട്ട് വരുന്നുണ്ടോ ഓർമ്മിക്കാണോ ഇത്? ഞങ്ങളിവിടെ ഒരു ഗെയിം ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനപ്പൊരുത്തം നോക്കാം നമ്മുടെ ഗസ്റ്റുകളുടെ. ഇപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ ഇത്ര സന്തോഷത്തിൽ 10 20 പൊരുത്തം എന്നൊക്കെ പറഞ്ഞു. നിങ്ങളും കൂടെ സൈഡ് വേണമെങ്കിൽ ഒന്ന് നിന്നോ. നമുക്കപ്പൊ ഞങ്ങളും വെറുതെ വടി വിഴുങ്ങിയ പോലെ നിൽക്കുന്നുണ്ടോ സൈഡിൽ. നമുക്ക് എല്ലാവർക്കും മിണ്ടാ നിക്കണം അവിടെ. കുറെ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ നിയന്ത്രിക്കുമല്ലോ. അപ്പൊ ഞങ്ങളെ പോലുള്ള ലെജൻസിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മളൊരു ടാസ്ക് തരും, അത് ഡെയിൻ ചെയ്യണം. ഞാൻ ചെയ്യില്ല. അല്ല ചെയ്യണം.
ആദ്യം ഇവനാണോ ടാസ്ക്? മീനാക്ഷിയുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? മീനാക്ഷിയെ പ്രപ്പോസ് ചെയ്യും. അങ്ങനെ പറയുന്നത്. അതെ, അങ്ങനെ പ്രപ്പോസ് ചെയ്യണം ഡെയിന്. ഈ വാർണം 1000 10,000 അങ്ങനൊക്കെ ഒരു ഡയലോഗ് അറിയാവോ? ഡയലോഗ് ഏത് ഡയലോഗ് എന്ന് പറഞ്ഞു പറയാം. ഹായ് മീനാക്ഷി. ഓ അന്ത ഡയലോഗ്. ഹായ് മാലിനി, ഇത് ഞാൻ ചൊല്ലിയാകണം. അതെ തന്നെ. യുവർ ടൈം സ്റ്റാർട്ട്സ്. തുടങ്ങിക്കോ. ഹായ് മീനാക്ഷി. ഹായ്. ഐ എം ഡെയിൻ. ഞാനിത് ചൊല്ലിയാകണം. നീ അവളും അഴകില്ലേ? ഇത്ര അഴകില്ലാത്തൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് ഐ ആം ഹേറ്റ് വിത്ത് യു. അയ്യേ, ഇത്ര വൃത്തികെട്ട ഒരു പ്രപ്പോസൽ എന്റെ കരിയറിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ പ്രേക്ഷകരെ, ഇനി ഞങ്ങളുടെ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അഭ്യസിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഗസ്റ്റുകളാണ്. അതെ. അപ്പോ നിങ്ങളുടെ മനപ്പൊരുത്തം അളക്കാനുള്ള സമയമായിരിക്കാണ്. റെഡിയാണോ എല്ലാവരും? റെഡി. ജീവിതത്തില് ലവിന് വേണ്ടിയിട്ട് ഒരുപാട് അഡ്വഞ്ചർ ഒക്കെ കാണിച്ചിട്ടുള്ള ഒരാള്, മാനം പോയ ഒരാള്, നസീർക്കയും മോളം ആന്റിയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ പ്രേക്ഷകരെ, നമ്മൾ നമ്മുടെ ഗെയിമിലോട്ട് കടക്കാണ്. നിങ്ങളുടെ മനപ്പൊരുത്തം അളക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കട്ടെ. ആദ്യത്തെ ചോദ്യം, വീട്ടിൽ ആരാണ് കോമഡി? ജോക്ക് പറയുന്നത് ആര്? വീട്ടിൽ ഏറ്റവും കൂടുതൽ ജോക്ക് പറയുന്നത് ആരാ? അതെ, നസീർക്ക് പറഞ്ഞത് മോളമാൻഡിയാണ് ഏറ്റവും കൂടുതൽ തമാശ പറയുന്നതെന്നാ. മിണ്ടാതിരിക്കുന്നതേ പറയും, തമാശക്ക് പറയും. നസീർക്കാനേക്കാൾ കൂടുതൽ വീട്ടിൽ തമാശ പറയുന്നത് ഇത്തയാണോ? അല്ല, നസീർക്ക തന്നെയാണ്. അല്ല, ഞാൻ അങ്ങനെ വീട്ടില് തമാശ പറയാറില്ല. കൂടുതലും തമാശകൾ ഇവിടുന്ന് ഒരു വീട്ടില് ഹസ്ബൻഡ് എപ്പോഴും തമാശ പറയാൻ പറ്റിയ മൂഡിലല്ലായിരിക്കും. ഭാര്യമാരാണ് അത് തമാശയാക്കി വിടുന്നത്. അപ്പൊ അവരായിരിക്കണമല്ലോ തമാശ പറയുന്നത്. നസീർക്ക പറയുന്ന പല സീരിയസ് കാര്യങ്ങളും തമാശ. അവർക്ക് തമാശ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാൻ പോവാണ്. വീട്ടിൽ ഇമോഷണൽ ആവുന്നത് ആര്? ഏറ്റവും ഇമോഷണൽ ആവുന്നത് ആരാണ് വീട്ടില്? നസീർക്കയാണോ? നസീർക്ക പെട്ടെന്ന് ഇമോഷണൽ ആയി പോവോ? അതെ, പെട്ടെന്ന് സങ്കടം വരും നസീർക്കാക്ക്. എന്ത് കാര്യങ്ങൾക്കാണേലും ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ലെന്നുള്ള ഒരിതാണ് ശ്രീക്കാക്ക്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ആള് ഇമോഷണൽ ആവും. ശ്രീക്കാതായിട്ടുള്ള ശ്രീക്ക ഒന്നും ചെയ്യത്തില്ല, ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ഹോട്ടലിൽ പോയാൽ മെനു നോക്കി ഫുഡ് ഓർഡർ ചെയ്യാൻ സമയമെടുക്കുന്ന ആളാരാണ്? എന്നാന്ന് വെച്ചാ നസ്രിക്കാക്ക് സാദാ ചോറ്, അങ്ങനെ മീൻ, അങ്ങനെയുള്ള സാദാ ഇത് മതി. എനിക്ക് ബിരിയാണി ഇഷ്ടം. അപ്പൊ അത് തപ്പിയെടുക്കുന്നത് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമല്ലോ. നസ്രിക്ക കഴിക്കത്തില്ല. ഹോട്ടലിൽ നിന്നുള്ള ഹോട്ടലിൽ ഫുഡ് തീർത്തും കുറേ. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളെ ഇഷ്ടമുള്ളൂ. അണ്ടർസ്റ്റാൻഡിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൂടുതൽ ഉള്ള ആളാരാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആരാ? ഇവര് രണ്ടുപേരും ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഉത്തരം വേറെ വേറെ ആണെങ്കിൽ ആ പൊരുത്തം, അതിൽ തന്നെ ഒരു സ്നേഹമുണ്ട്. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ. ഞാനത് ചെയ്യേണ്ട ഇത് വരുമ്പോ പറഞ്ഞു കൊടുക്കും. ഉദ്ദേശിച്ചത് പൈസ വീട്ടിൽ കൊണ്ടുവരുന്ന ആരാന്നുള്ളതായിരിക്കും ചിലപ്പോ, പക്ഷെ അത് മാനേജ് ചെയ്യുന്ന ആരാന്നുള്ളത് അത് വീട്ടില് വൈഫ് തന്നെയാണ്. പൈസ കൊണ്ട് കയ്യിൽ കൊടുക്കുകയുള്ളൂ, മാനേജ് ചെയ്യുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഏറ്റവും നല്ല കുക്ക് ആരാണ്? നസീർക്കാണ് കുക്ക് ചെയ്യുന്നത് തന്നെ പറഞ്ഞത്. പക്ഷെ ഓരോത്തൂടെ ഇത്തടെ ഇതും കൂടെ ഒന്ന്, അതെ, ഹാർട്ടും കൂടെ ഒന്ന് പൊക്കിയായിരുന്നു. വൈഫ് ഉണ്ടാക്കുന്ന നല്ല ഫുഡുകളാണ്. നസ്രിക്ക ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നസ്രിക്ക ചെയ്തു തരുന്നത്. വീട്ടിലെ ആവശ്യങ്ങളൊക്കെ വരുമ്പോ നസ്രിക്ക ചെയ്യുന്നത്. എനിക്ക് അത് വലുതായിട്ട് അറിയത്തില്ല. അടിപൊളി. 5-2 പൊരുത്തം. അതെ, 5-2 ചോദ്യങ്ങൾക്ക്
ഒരേ ഉത്തരം പറഞ്ഞു. പക്ഷെ തെറ്റിയ 3 ഉത്തരങ്ങളിലും സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം ഉണ്ടായിരുന്നു. അതാണ് നമുക്കത് തെറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. അവര് സ്നേഹത്തോടെയാണ്. തെറ്റിയായിരുന്നു. 3 എണ്ണം തെറ്റി. മീനാക്ഷി, എന്തോ ഇന്നിപ്പോ February 14th ആണ്. നമ്മൾ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അൺബോർഡ് വാലന്റൈൻ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലിയിലെ ഒരുവിധം കപ്പിളിനൊക്കെ നമ്മൾ ഇവിടെ ഒരു കുടുക്കീഴിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പിൾ, ഒരു ജോഡി, ആ കപ്പിൾ ഇല്ലാതെ നമ്മൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആവില്ല. കാരണം ഫ്ലവേഴ്സ് ടിവിയുടെ നെടുന്തൂണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ഒത്തിരി ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല. അവരുടെ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഏറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീകണ്ഠൻ നായർ സർ ആൻഡ് ഉഷാ മാം. ഹലോ, ഹായ്. ഹലോ, ഹായ്. നമസ്കാരം, നമസ്കാരം. ഹാപ്പി വാലന്റൈൻസ് ഡേ ശ്രീകണ്ഠൻ ചേട്ടാ, ഉഷ ചേച്ചി. ബിഗ് വാലന്റൈൻ മധുവല്ലേ? അല്ലല്ല, ഉഷപ്പെട്ടൻ. സാറിന് സന്തോഷമായി വാലന്റൈൻ എന്നൊക്കെ പറയുമ്പോ വയസ്സാം കാലത്ത് അല്ലേ? വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ പറയായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളിൽ ചെറുപ്പമുള്ള ആളാവും. എന്നാ പറയാന്നറിയോ? ഞാനൊരു ചേഞ്ച് പറയുന്നതിനകത്ത് ഉള്ളിൽ മാത്രമല്ല പുറത്തും ധർമ്മ പന്നി കേട്ടോണ്ടിരിക്കുകയാണെന്നുള്ളത് സാക്ഷിയാക്കി ഞാൻ പറയുന്നത്. സർ, നമ്മളിങ്ങനെ എല്ലാവരുടെയും വിശേഷം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. നമ്മൾ ഒത്തിരി ഓർമ്മകൾ നമ്മൾ പുതുക്കി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 പേരെ ഇവിടെ കിട്ടിയിട്ട് നിങ്ങളുടെ പ്രണയത്തെ കുറിച്ച് കൂടെ നമുക്ക് അറിയണമെന്നുണ്ട്. ഇവിടെ 45 വർഷമായ ആളാണ് ഔസേപ്പച്ചൻ സർ കല്യാണം കഴിഞ്ഞിട്ട്. സാറിന്റെയും മാമിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അല്ല സാറേ, ഒരു ചോദ്യം സാറേ. നിങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജ് ആയിരുന്നോ? എന്നെ പറയട്ടെ, ഞാൻ പറയുമ്പോ കള്ളത്തരം പറഞ്ഞു പറയും. മേഡം പറയുന്നു. അറേഞ്ച്ഡ് ലവ് ആയിരുന്നു. ലവ് ചെയ്തിട്ട് അറേഞ്ച്ഡ് ആണോ അതോ അറേഞ്ച്ഡ് ചെയ്തിട്ട് ലവ് ആയിരുന്നു? അല്ലെ, ഒരുവിധമൊക്കെ ലവ് ഒക്കെ കല്യാണത്തോടെ തീരും. അങ്ങനെയാണല്ലോ ഇതിന്റെ കണക്ക്. അത് തീർത്തിട്ടില്ലെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ എത്ര വർഷമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്? 39 വർഷം കടന്നുപോയി. ഈ കാലത്ത് ഇതൊക്കെ റെക്കോർഡാ. കല്യാണം കഴിച്ച അതിന്റെ പിറ്റേന്ന് ഡിവോഴ്സ് ആവുന്ന ഒരു കാലത്ത് 30 കൊല്ലം വിജയകരമായി പിന്നിട്ടു എന്ന് പറഞ്ഞാലേ കല്യാണം കഴിച്ചിട്ടില്ല. അതിനെക്കാട്ടിലും സീനിയേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. എത്രയായി? 42 വർഷം. 45. ആ ധർമ്മ പത്തിക്ക് അവർ കൈ തരണ്ട്. മനുഷ്യനെ സഹിച്ച് മുന്നോട്ട് പോയില്ലേ? ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉഷ മാമിന്റെ അടുത്ത് ചോദിക്കട്ടെ. ഇപ്പൊ സാർ അവിടെ ഇരുന്ന് എല്ലാവരും പറയുന്നുണ്ട് അവരെ സഹിച്ചു പോയില്ലേ. സാറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണ് ആസ് എ ഹസ്ബൻഡ്? അതിനേക്കാളും നല്ലത് ഡീമെറിറ്റ് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും മോശം അതാവുമ്പോ പറയാൻ എളുപ്പമായിരിക്കും. എപ്പോഴും ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയായിരിക്കുമല്ലോ. ക്വാളിറ്റി ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. എന്നാലും എടുത്തു പറയട്ടെന്ന് പറഞ്ഞാൽ ശത്രുവിനെ പോലും സ്നേഹിക്കുന്നത്. ഓക്കെ, എന്നാ മാമില് കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി? എല്ലാ ഭാര്യമാർക്കും ഉള്ള ഒരു പ്രശ്നം ഇതിനെ കുറിച്ച് കൂടുതലായിട്ടുണ്ട്. ക്ഷമാശീലം, പേഷ്യൻസ് കൂടുതലാണ്. എന്ന് പറഞ്ഞാല് ഒരുവിധമുള്ള ഭർത്താക്കന്മാരെയൊക്കെ സഹിച്ചു പോകുന്ന അത്ര എളുപ്പമല്ലെന്നാ. മധുമനോഹരമായ പാട്ട് പാടുമ്പോ ആൾക്കാരെല്ലാം ആസ്വദിക്കും. വീട്ടിൽ കിട്ടുമ്പോഴേ ഇവരും അറിയും. അങ്ങനെയാണ്. ചുമ്മാ പറഞ്ഞാവോ കേട്ടോ, ചുമ്മാ മനസ്സിലായി. ഉള്ളിൽ പ്രണയം മരിക്കാത്ത സാറിന് റൊമാൻറ്റിക് ആവാനുള്ള സമയം, റൊമാൻറ്റിക് ആവാൻ നമ്മളൊരു അവസരം തരാണ്. എന്റെ കാലയിൽ കൂടെ റൊമാൻസ് കയറുന്നു. അതെ, നമ്മള് ഈ ഒരു സമയത്ത് എന്താണ് ഉഷ മാമിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ സാറിനോടൊപ്പം തന്നെ സാറിന്റെ ഇപ്പം ബിസിനസ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്ര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആളാണ് ഉഷ മാം. നമുക്ക് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഫ്ലവേഴ്സിന്റെ കാര്യത്തിനാണെങ്കിലും എന്തൊരു കാര്യത്തിനും അത്രയധികം ഓടി നടക്കുന്ന ഒരാളാണ് ഉഷ മാം. അപ്പോ അഡ്മയർ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? അത് പുള്ളി മാത്രം സമ്മതിച്ചു തരത്തില്ല. വളരെ കുറച്ച് വാക്കുകളെ അങ്ങനെ പ്രശംസയായിട്ട് പറയാറുള്ളൂ. പിന്നെ ഉള്ള പ്രശ്നം എന്റെ നാവുപിഴ വളരെ കൂടുതലാണ്. പറഞ്ഞ വിമർശനമായി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഭാര്യയുടെ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ അടുത്ത കാലത്തായിട്ട് മധു ഞാൻ എവിടെ പോയി പ്രസംഗിച്ചാലും വൈറലാവുന്നു, നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് മേലെ നിങ്ങൾ പ്രസംഗിക്കാൻ പോരുത്. എന്റെ കാര്യം അറിഞ്ഞൂടെ? ഒരു കൊട്ടേഷൻ പറഞ്ഞു തരാം. എല്ലാ ഭർത്താക്കന്മാർക്കും ഞാനത് സമർപ്പിക്കുന്നു ആ കൊട്ടേഷൻ. അതായത് ഞാനും ഭാര്യയും കൂടെ ഭാഗ്യലക്ഷ്മി കൈരളി നടത്തിയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോ ഭാഗ്യലക്ഷ്മിയുടെ ഒരു ചോദ്യം, സ്ഥിരം ചോദ്യമാണ്, നിങ്ങൾക്ക് ഭാര്യയെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് പേടിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് നിങ്ങളൊരു വീരശൂര പരാക്രമിയായിട്ടുള്ള അറിയപ്പെടും, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഏതൊരുവൻ ഭാര്യയുടെ വാക്കുകൾ കേട്ട് നടക്കുന്നില്ലയോ അവൻ ഭാര്യയെ പേടിച്ചുകൊണ്ടേയിരിക്കും. കോട്ട് ആൻഡ് അൺകോട്ട്.
You got the point? Yes, yes, I got the point. അത്രേ ഉള്ളൂ. You got the point? എപ്പോഴേ പോയിന്റ് കോട്ട് ചെയ്യുന്നു. ഭാര്യയെ പേടിക്കരുത്. എനിക്ക് മനസ്സിലായില്ല സാറേ. ആ. മനസ്സിലായില്ല. അതായത് ഏതൊരാൾ, അതായത് ആരോ ആട്ട്, പിന്നെ കൃഷ്ണകുമാറോ ആരോ ആട്ട്, ഏതൊരാൾ ഭാര്യയുടെ വാക്കുകൾ തെറ്റി നടക്കുന്നുവോ അയാൾ ഭാര്യയെ പേടിച്ചുകൊണ്ടേയിരിക്കും. ഫുൾ സ്റ്റോപ്പ്. ഈ ബിന്നി പാട്ട് വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ കിട്ടും. ഇനി ആലോചിച്ചാൽ കിട്ടും. അത് ഭയങ്കര ഒരു സൈക്കോളജിയാണ്. ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. മനസ്സിലായില്ലേ? ഏതൊരാൾ ഭാര്യയെ പേടിച്ചുകൊണ്ട് നടക്കുന്നോ എനിക്ക് മനസ്സിലായത്, നമ്മൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യാതിരുന്നാൽ ആരെയും പേടിക്കണ്ട. നമ്മൾ തെറ്റ് നിങ്ങൾ ചെയ്ത പാട്ടിനേക്കാളും വലിപ്പമുള്ള കാര്യം ഇപ്പൊ പറഞ്ഞു. നമ്മള് ചേച്ചിയുടെ റൊമാൻറ്റിക് കൊടുക്കണം, കുറച്ച് ഒരു പുഞ്ചിരിക്കാവാം. ഒരു രണ്ടിലും പാടുമോ? ഏത് പാട്ടാ? ഇങ്ങനെ അത് കഴിഞ്ഞിട്ടോ. മാനസമേനി മാപ്പ് തരൂ. അത്രയും വേണോ? എന്നാല് സാറിനൊരു സർപ്രൈസ് ഉണ്ട് മാമിന്റെ വക. എനിക്കോ? അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. പൊട്ടാസോ നോക്കിയേ. ഇത് എനിക്ക് തോന്നുന്നത് നല്ല ബണ്ണായിരിക്കും ഇത്ര വെയിറ്റിലോ? മീനാക്ഷിക്ക് എന്താ സംശയം? അത് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് എനിക്കൊരു ഡൗട്ടായി. ആണോ? ചെറിയ ഗിഫ്റ്റ് അല്ല സാറേ, വലിയ ഗിഫ്റ്റാ. നല്ലൊരു വാച്ച് സൂപ്പർ. ഇത് 40,000 വാച്ചായിരുന്നു. ഇത് എത്രയാണോ എന്തോ, ഇതിന്റെ വിലയല്ലല്ലോ പ്രശ്നം അല്ലേ? ഇത് വാലന്റൈൻ ഡേ അല്ലേ? റാഡോ വാച്ചാണ്, വില കൂടും. നല്ല റാഡോ വാച്ചിനായി സമീപിക്കുക. ഉഷാശ്രീ കിട്ടുന്ന പക്ഷെ ഈ വാച്ച് മാറ്റാറായി സാർ. ഈ വാച്ച് സമയം നോക്കാൻ വേണ്ടിയല്ല, ഇവര് വളയിട്ടേക്കത്തില്ലേ, അതുപോലെ ഇട്ടേക്ക. ഇതിനകത്ത് സമയം അറിയാൻ ഒക്കത്തില്ല. ഡൈനോട് സത്യം പറഞ്ഞാൽ ഇത് ചാർജ് ചെയ്തിട്ട് 4 വർഷമായി. 40,000 രൂപയുടെ വാച്ച്. വേറൊരു വിറ്റുണ്ടായി. എന്ന് വെച്ചാൽ അച്ഛൻ വരുന്ന കാര്യം സംശയമാണെന്ന് മോളോട് പറഞ്ഞു. അപ്പൊ മോള് പറഞ്ഞു, അയ്യോ അമ്മ വാങ്ങിച്ച ഗിഫ്റ്റ് എന്ത്? ഞാൻ പറഞ്ഞു, മണിയുടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, എന്റെ സ്റ്റാഫ് ഉണ്ട്, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കും. അപ്പൊ മോള് പറഞ്ഞു, അയ്യോ അമ്മ വാലന്റൈൻസ് ഡേക്ക് അങ്ങനെ കൊടുക്കല്ലേ. കൊടുത്തിരുന്നെങ്കിൽ ആ സാർ ഇന്നലെയും കൂടെ സ്വപ്നം കണ്ടു, ആരോ ഒരാൾ എന്തോ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ദാമ്പത്യം പുഷ്പിക്കുന്നതൊക്കെ ഓഫീസിന്റെ ഇടനാഴിയില്ല. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ വഴക്ക് തീരുന്നവിടെ അവിടെ ശബ്ദ കോലാഹലമായിരിക്കുമല്ലോ. ഇതിപ്പം ഇയാളത് ചെയ്തോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ട് അങ്ങ് പോവാം, വിഷയം മാറ്റി. അതാണ് ഈ ഓഫീസിൽ ദാമ്പത്യം പുഷ്പിച്ചാലുള്ള ഒരു ഗുണം. എനിക്ക് ബിന്നി ചേച്ചിയെ കണ്ട് എനിക്ക് കൊതി തീരുന്നില്ല. എനിക്ക് ഭയങ്കര അച്ചടക്കമുള്ള പാവം ഒരു ബിന്നി ചേച്ചി ഇങ്ങനെ അല്ല. ഞങ്ങളുടെ ബിന്നി ചേച്ചി ഇങ്ങനെ അല്ല. ഒരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബിന്നി ചേച്ചി ഒരു കത്ത് തന്നിട്ടുണ്ടോ? കല്യാണത്തിന് മുമ്പ്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കിട്ടിയിട്ടില്ല. മൊബൈലൊന്നും ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണോ കത്ത് കിട്ടാൻ പോകുന്നത്? കല്യാണം കഴിഞ്ഞ് ഒരുമിച്ചാണല്ലോ, പിന്നെ കത്തെന്തിനാ? അല്ല, എന്തെങ്കിലും ഗ്രീറ്റിംഗ് കാർഡ്സ് അങ്ങനെയൊക്കെ ആയിട്ട് തരാറുണ്ടോ? അടുത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? ശരി, അപ്പൊ എന്തായാലും നമ്മൾ കല്യാണത്തിന് മുമ്പുള്ള ആ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ നമ്മൾ കത്തിലോട്ട് കിടക്കാണ്. ബിന്നി ചേച്ചി വായിച്ചോ. കൃഷ്ണന് കൊടുത്ത കത്തല്ലേ? എന്റെ കൃഷ്ണന്. അയ്യോ, ഈ 27 വർഷങ്ങൾ 2.5 വർഷം പോലെ കടന്നുപോയി. എന്നെ ഞാനാക്കിയ എൻ്റെ പ്രാണനായ പ്രാണനാഥന് എന്നോട് അൻപാന മുത്തങ്ങൾ. ഇനി എത്ര ജന്മമെടുത്താലും ഉന്നെ ഞാൻ വിടമാട്ടേ. ആകവല്ലിയായോ? കണവനായിരുന്നാലും നീ എൻ മോഹവല്ലി. ഇനിയും നമ്മുടെ പ്രണയം പൂർവാധികം ശക്തിയോടെ തുടരട്ടെ. ഒരുപാട് വർഷങ്ങൾ നമ്മുടെ സംഗീതം പ്രണയമായി പൊഴിയട്ടെ. കൃഷ്ണൻ ഒരിക്കലും അങ്ങനെ ഉമ്മ തരാറില്ല. അല്ല, അങ്ങനെയല്ല, പബ്ലിക്കായിട്ട് സാറോട് പറഞ്ഞേ ഉള്ളൂ. റൊമാൻറ്റിക് എപ്പോഴും ഈ പെണ്ണുങ്ങളാണ് റൊമാൻറ്റിക് ആവുന്നത്. എന്തെന്നറിയോ? റൊമാൻറ്റിക്കിൽ മാനാ ഉള്ളത്. ചെയ്യില്ല അത്. അതുകൊണ്ടാണ്. പക്ഷെ ഔസേപ്പച്ചൻ സാറിന്റെ ഈ ഒരു പ്രണയം കണ്ടപ്പോ എനിക്കൊരു
കൊതിയല്ല, അദ്ദേഹത്തിന്റെ പാട്ടുകളിലുള്ള പ്രണയത്തിന് എത്ര ആഴമാണെന്ന് ഞാൻ ഇന്ന് അത് മനസ്സിലാക്കി. അതെ. ഓ, ഹീ സ്റ്റിൽ ഇൻ ദാറ്റ്. ആ പ്രണയത്തിന്റെ ഈ ഒരു അതെ. നെക്സ്റ്റ് ജനറേഷൻ ഒരു ഭയങ്കര ഒരു എക്സാമ്പിൾ ആണ്. സോ ഗ്രേറ്റ്. വി ആർ ബ്ലെസ്ഡ് ടു ബി വിത്ത് ഹിം ടുഡേ, ബോത്ത് ഓഫ് ദം. കൃഷ്ണൻ ചേട്ടാ, ഇപ്പൊ നേരത്തെ ഇപ്പൊ ബിന്നി ചേച്ചി പറയുന്നത് എനിക്ക് കൃഷ്ണൻ ഉമ്മ തരില്ല എന്ന്. അപ്പൊ കൃഷ്ണേട്ടന്റെ ഭാഗം അതെന്താണെന്നറിയോ? അതെന്താണെന്നറിയോ? ഈ ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ലിപ്പ് ഒട്ടിപ്പോവും, തിരിച്ചു വരില്ല. ലിപ്സ്റ്റിക് അല്ലേ? അല്ല, ചേട്ടനൊരു ഉമ്മ കൊടുക്കാലോ. അല്ല, അങ്ങനെ പൊതുവെ പുള്ളി ചെയ്യാറില്ല. ഞാൻ ചോദിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിക്കാറുമില്ല ഒരിക്കലും. മനുഷ്യന്മാരായി ഇതൊക്കെ അറിഞ്ഞു തരണം. ചിലപ്പോ എല്ലാരും ഇങ്ങനെ മറ്റു കപ്പിളുണ്ടല്ലോ, എല്ലാവരും ഇപ്പൊ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിലും ഞാൻ ഒന്ന് ഇത് തൊടാതെ നാണക്കേട് അങ്ങനെ പുള്ളി ഭയങ്കര അങ്ങനെ നോക്കുന്ന ആളാ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സാരില്ല ചേച്ചി, വിഷമിക്കണ്ട. ആശ്വസിപ്പിക്കുന്നു. അതെ, പോട്ടെ, സാരമില്ല, എപ്പോഴെങ്കിലും ഒക്കെ ശരിയാവും. ഓക്കെ, അപ്പൊ കൃഷ്ണേട്ട ഇഷ്ടായോ ലെറ്റർ? ഫ്ലവേഴ്സിന്റെ ഈ ഇവിടെ വന്നതിൽ നിന്നൊരു ഒരു ഓർമ്മ ആയിട്ട് എപ്പോഴും ഇത് എനിക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് കണ്ട ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന ശിവാംഗി ആയിരിക്കും. എന്തായാലും ബിന്നി ചേച്ചി, കൃഷ്ണേട്ട, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സുഖമോ ദേവി ടീമിന്റെ 2 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവര് റിയൽ കപ്പിൾ ആണ് കേട്ടോ, റിയൽ കപ്പിൾ അല്ല. നിങ്ങൾ എല്ലാരും റിയൽ കപ്പിൾസ് നമ്മളെ പോലെ അല്ലേ? എന്തോന്ന്, നമ്മള് റിയൽ കപ്പിൾ അല്ലേ? താൻ ഒരു കപ്പിളും അല്ലേ, ഒന്ന് ഓടോടു. ആ, ഓക്കെ, റിയൽ കപ്പിളിലേക്ക് നമ്മൾ കടക്കാണ്. വിഷ്ണു ആൻഡ് സുഷ്മിത. ഹായ് വിഷ്ണു. ഹലോ. എന്താ എന്റെ മുഖത്തൊക്കെ ഹലോ പറയാത്തെന്താ? ഹലോ 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 ഹലോ. ഹായ് സുഷ്. ഒരു മിനിറ്റ്, സുസ്മിത എന്നല്ലേ? ആ സുസിന്റെ സു എന്റെ കവളത്ത് തെറിച്ചു. റിയലില് നിങ്ങക്ക് കപ്പിൾ ഉണ്ടോ? വേറെ ഒരു പാർട്ട്ണർ ഉണ്ടോ? വെളിപ്പെടുത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ട് 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 ഉണ്ട്. പിന്നല്ല, കല്യാണം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? സുഗമോദേവി സീരിയല് തുടങ്ങുന്ന സമയത്തായിരുന്നു. തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ്. ഒരു മാസം മുമ്പ്. അപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്ക് കയറി. അതെന്താ, എനിക്ക് മുന്നേ പണിയില്ലാണ്ടിരുന്നു. അല്ല, അതുകൊണ്ടല്ല, ഞാൻ വേറെ ടോപ്പിക്കിലേക്ക് കിടന്നത്. അതെ, ഒരു മാസം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഒരു മാസം കഴിഞ്ഞിട്ടാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ ജീവിതത്തിൽ ഒരു 3 വർഷമായിട്ട് നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ? ആണല്ലോ. അതെ 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 അതെ. ഇവരോ അവരോ? ഇവര് റിയൽ കപ്പിളാ. അങ്ങനൊരു അല്ല, നമ്മുടെ സീരിയലിൽ എന്തായാലും പ്രണയിക്കണല്ലോ. ഷോയുടെ ഭാഗമായിട്ട് ഞാനും ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. ഉള്ളിന്ന് വരണതല്ലോ ഇതൊന്നും. ഈ കാരണം ഈ ചീത്തപ്പേര് മൊത്തം ഉണ്ടാവുന്നു. മിണ്ടാണ്ട് സൈഡ് നിന്നോളാം. ഓക്കെ, വിഷ്ണു, എങ്ങനെയുണ്ട് ജീവിതത്തിലെ പ്രണയം? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്താ കോൺഫിഡൻസ്? ഇപ്പൊ ആര്യ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണ് ഇപ്പോഴും, അങ്ങനെ പറയാം. ആളെന്താ ചെയ്യുന്നേ? ആള് IT ആണ്, ബാംഗ്ലൂർ ഓക്കെയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ റിയൽ കപ്പിളാണല്ലോ കൂടിയിരിക്കുന്നത്. ദേവിക്ക് എന്തെങ്കിലും ടിപ്പുകളൊക്കെ കൊടുക്കാറുണ്ടോ സ്വന്തം ജീവിതത്തിൽ നിന്ന്? ഞാൻ ഉപദേശം സ്വീകരിക്കാറുമില്ല. ഓക്കെ, ടിപ്സുകള് സ്വന്തമായിട്ട് തന്നെ ഉണ്ട്, അങ്ങനെയാണോ? അല്ലെങ്കിൽ ഞാൻ സിംഗിൾ ആണ്. സിംഗിളാണ്. എത്ര നാളായിട്ട് സിംഗിളാണ്? എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സിംഗിൾസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് എന്താണ് സിംഗിൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ് കൊടുക്കാനുള്ളത് ഈ ഒരു ദിവസം? അല്ല, എന്റെ ഒരു ഇതില് എനിക്കൊരു സമാധാനം അതാണ്. അതെന്താ അങ്ങനെ? പ്രണയിക്കാനിരിക്കുമ്പോൾ ഒരു 5 ബെനിഫിറ്റ്സുകൾ ഒന്ന് പറഞ്ഞേ. മനസമാധാനം. അതാണ് മെയിൻ. അത് മെയിൻ ആയിട്ട് ഉണ്ടാവും അല്ലെ സിംഗിൾ ആണെങ്കിൽ? ഓക്കെ. അല്ല, ഈ സിംഗിൾസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഔസേപ്പച്ചൻ സാറിന് ഒരു പാട്ട് പാടാനുണ്ട്. എന്തായാലും സിംഗിൾസിനെ കുറിച്ച് നമ്മൾ പരാമർശിച്ച സ്ഥിതിക്ക് നമ്മള് പ്രണയഗാനങ്ങളും കേൾക്കൂട്ടാ. അത് ശരി, അപ്പൊ വേണം. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രണയം ഒരു രാത്രി 9 മണിക്ക് ശേഷം പ്രണയഗാനങ്ങൾ മാത്രം സ്റ്റാറ്റസ് ജീവിയാണിത്. അത് വേറെ. ഓക്കെ, ഔസേപ്പച്ചൻ സാർ, സിംഗിൾസിന് വേണ്ടി സാറിന്റെ 2 വരി. സിംഗിൾസിന് വേണ്ടി മാത്രമല്ല, ഞാൻ ഈ വാലന്റൈൻസ് ഡേ നമ്മളിവിടെ ഒക്കെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുണ്ട്. അവരെന്ന് പറയുന്നത് ഡൈവേഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൂസേഴ്സ് ആയിരിക്കാം. ഇൻ ദ ലൈഫ് ലോട്ട് ഓഫ് നഷ്ടപ്പെട്ടവരുണ്ടാവും. അങ്ങനെ ഒരുപാട് ഈ സെലിബ്രേഷനിൽ ഇപ്പൊ പങ്കുകൊള്ളാൻ പറ്റാത്തവരോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾവേസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് തിരിച്ചു വരാനുള്ള സാഹചര്യവും ഉണ്ടാവട്ടെ.
എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് ശ്രുതി തന്നാൽ ഒരു പാട്ട് പാടാം. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോ, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോ, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. ഇരുൾ ജീവനെ പൊതിഞ്ഞ് ചിതൽ പ്രാണനിൽ മേഞ്ഞ് കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോ, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. ഈ പാട്ട് കേൾക്കുമ്പോ ഞാൻ എപ്പോഴും പകുതിക്ക് വഴി മാറ്റി കളയും, കാരണം എനിക്ക് സങ്കടം വരും. അല്ല, ഇതിപ്പോ ഞാൻ പാടിയത് എന്തിനാണെന്നറിയോ? എന്തിനാ? നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓ, ഇതൊന്നും കേട്ടോ ആഘോഷിക്കാൻ പറ്റത്തില്ല സർ, വിഷമിച്ചു പോയി. ഇത് എങ്ങനെയാണ് ഇത്ര ക്രൂരമായ ഒരു പാട്ട് നമ്മൾ എന്തിനാണ് കരയുന്നത് സങ്കടം വരുമ്പോൾ? അത് ആഘോഷമാക്കാനാ. സങ്കടം വരുമ്പോൾ നമ്മൾ കരയാതിരുന്നാൽ നമ്മൾ വിങ്ങിപ്പൊട്ടി ചത്തുപോകും. എന്നാലും ഇങ്ങനത്തെ ഒരു പാട്ട് എങ്ങനെ ഉണ്ടാക്കിയത് സർ? ഇത് കരഞ്ഞു, അയ്യോ പറ്റാണ്ടായി പോട്ടോ. കാര്യമായിട്ടും ഞാൻ ഈ പാട്ടൊക്കെ കേട്ട് ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത കാമുകനെയൊക്കെ ആലോചിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. സത്യം, ഞാൻ അത് തന്നെയാണ് ചെയ്തത്. എനിക്കൊരു വലിയ നഷ്ടം ഉണ്ടായെന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഈ പാട്ടുണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ ഇവിടെ അടുത്തിരിക്കുമ്പോൾ എനിക്കത് പറയാനേ പറ്റില്ല. മീനുട്ടാ, ഈ പാട്ട് പക്ഷെ എനിക്ക് കോമഡിയാ പേഴ്സണലി. അപ്പൊ നാട്ടില് കുളം നിറയും മഴക്കാലം ആവുമ്പോഴത്തേക്ക്. അപ്പൊ നമ്മള് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരും, കുളത്തിൽ പോയിട്ടാ കുളിച്ചു പോയിട്ട് അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ എനിക്ക് അനിയനുണ്ട്. അപ്പോ ഒരു പ്രാവശ്യം അവൻ കുളത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അവന്റെ ട്രൗസർ വെള്ളത്തിൽ പോയി. എന്നിട്ട് മുണ്ട് മാത്രം ഇട്ടിട്ടാണ് തിരിച്ചു വന്നത്. എന്നിട്ട് ഇത് അമ്മയുടെ അടുത്ത് പറയണല്ലോ ട്രൗസർ പോയത്. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞ അമ്മേന്ന് നല്ല ചീത്ത കിട്ടും. പകരം അവൻ ഈ പാട്ടാ പാടിയത്. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മറിഞ്ഞുപോയി. ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് ചിരിയാണ് ട്രൗസർ ഓർമ്മ വരും അല്ലേ? എന്തായാലും ഇത്ര അടിപൊളി ഒരു പാട്ട്, എല്ലാ പാട്ടുകളുടെ കൂടെ ഈ ഒരു ഗംഭീര പാട്ടും കൂടെ നമുക്ക് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഇത് ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടനുള്ളതാ. ഉണ്ണിച്ചേട്ടൻ അല്ല, എന്നാ കത്ത് എഴുതിയ ടു ഉണ്ണിച്ചേട്ടനാണെങ്കിൽ ആരായിരിക്കും? ജിഞ്ചു ചേച്ചി ആയിരിക്കും. ജിഞ്ചു ചേച്ചി കത്ത് എഴുതിയിരുന്നോ? കത്ത് എഴുതിയിരുന്നു. ഓക്കെ, അപ്പൊ ആ കത്ത് അവര് വായിക്കട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും വന്നോളൂ. ഞാൻ തന്നെ വായിക്കണ്ടേ? To my most beloved husband, even though every day is a challenge with my life, it was worth every minute, every hour of these years. In spite of all the fights, which I always love to do, I miss you. And when you travel, it is out of station. When you travel out of station, our 43 years of marriage was and is always memorable. Love you always. To the moon. കലക്കി. നമുക്ക് ഭാര്യമാരെ കൊണ്ട് മാത്രം നമ്മൾ എഴുതിപ്പിച്ചിട്ടുള്ളൂ. അത് ഹസ്ബൻഡ്സിന് ഒരു സർപ്രൈസ് ആയിട്ട്. അത് നമ്മൾ കുറച്ച് ഓൾഡ് സ്കൂൾ റൊമാൻസ് ഒക്കെ ഒന്ന് പൊടിതട്ടി എടുക്കാൻ. വെരി ഗുഡ്. വളരെ ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണത്. അതെ, ഇത് ചെയ്യിപ്പിച്ച ആരായാലും എനിക്ക് my heart ഒന്ന് നേരിട്ട് കാണണം. my heartfelt thanks to whoever did this. ഓക്കെ, എന്തായാലും ഉണ്ണിച്ചേട്ടാ ആ കത്ത് സ്വന്തമായിട്ട് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. യെസ്.
ഉണ്ണിച്ചേട്ടാ ചേച്ചി നമ്മളൊരു ചെറിയൊരു ടാസ്ക് അല്ല ഇന്നിപ്പോ അറിയാലോ വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ പ്രണയവുമായി ബന്ധപ്പെട്ട കുറച്ച് ടാസ്കുകളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഷോയില്. അപ്പൊ 2 കൂട്ടുകാർക്കും ഞങ്ങളിതാ റോസാപ്പൂക്കൾ തരാണ്. മുള്ളില്ലല്ലോ? മുള്ളില്ല. നമ്മൾ അപ്പൊ എന്തായാലും നിങ്ങൾ റോസാപ്പൂക്കൾ പരസ്പരം കൈമാറുക. രണ്ടുപേരും തമ്മിൽ അഡ്മയറായി രണ്ടുപേരെ പറ്റി പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരിക്കുക. അതെ, ചേച്ചി ഉണ്ണിച്ചാറിനെ പറ്റി കുറച്ച് അഡ്മയർ ആവുന്ന കാര്യങ്ങൾ അനവധി വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഔസേപ്പച്ചൻ സാറൊക്കെ അവിടെ റെഡി ആയിരിക്കാണ് ചെയ്യാൻ വേണ്ടിട്ട്. സാർ എന്നെ വിളിക്കാൻ കാണിച്ചു തരാന്നാ സാർ പറയണത്. അപ്പൊ ഉണ്ണിച്ചേട്ടാ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു മനസ്സില് പ്രായം കുറവുള്ള ആളാണ്, മനസ്സിൽ പ്രണയം വേണം എന്നൊക്കെ നമ്മളോട് ആദ്യം പറഞ്ഞില്ലേ. ഡ്രമാറ്റിക് ആയിട്ട് പറയാൻ ഡ്രാമയൊന്നും വേണ്ട, റിയലിസ്റ്റിക് മതി. പറഞ്ഞാൽ മതി. അങ്ങ് ജീവിക്കുണ്ട് ചേട്ടാ. അതെ, മത്സരക്ക് വരട്ടെങ്ങോട്ട്. ഓക്കെ. അപ്പൊ രണ്ടുപേരും പരസ്പരം അഡ്മയർ ചെയ്ത് സംസാരിക്കുക, ഈ പൂക്കള് കൈമാറാം, അത്രേ ഉള്ളൂ. ആദ്യം ഭാര്യ ആയിക്കോട്ടെ. ഒരു ഐഡിയ കിട്ടുമല്ലോ. Love you so much. ഇനി ഉണ്ണിച്ചേട്ടൻ അങ്ങോട്ട് ഇതിപ്പോ 43rd ഇയർ ആണ് ഇൻഫാക്ട് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട്. 83 ഒക്ടോബർ 13 വെഡിങ് കഴിഞ്ഞത്. അപ്പൊ ഇത്രയും വർഷങ്ങൾ എന്നെ സഹിച്ച് എന്നെ കൂടെ നിന്നു. എൻ്റെ എല്ലാ എന്താ പറയാ കുരുത്തക്കേടും എല്ലാം സഹിച്ച്. ഇതെന്തിനാ വല്ല ആവശ്യമുണ്ടോ? ചോദിച്ചില്ലല്ലോ. സൈഡിൽ പ്രോംപ്റ്റിംഗ്. ഇൻഫാക്ട് ഈ 43 ഇയേഴ്സും എന്നെ സഹിച്ചതിനുള്ള ഒരു വലിയ താങ്ക്സ് കൂടെ ഈ വേദിയിൽ വെച്ച് പറയുന്നു. മാത്രമല്ല ഇത്രയും മനസ്സിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വർഷങ്ങൾ നമ്മളെ സഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഒരു വലിയ താങ്ക്സ് പറയണം. സോ ഐ നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനാൽ. He's actually very romantic. Very romantic. ഞാനാണ് അത് വളരെ കുറവ്. എല്ലാണ്ട് ഇങ്ങനെ പാടാൻ പറ്റൂലല്ലോ. പക്ഷെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ വാക്കുകൾ കുറച്ച് പറഞ്ഞെങ്കിലും അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തട്ടി. അതെ, ഭയങ്കര ഉണ്ണിച്ചേട്ടാ. എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മള് തിരിച്ച് സീറ്റിലേക്ക് വിടുന്നതിന് മുമ്പ് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് ഉണ്ണിച്ചേട്ടൻ ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നോ? വാങ്ങിയിരുന്നു. ചേച്ചി ഉണ്ണിച്ചേട്ടന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയിരുന്നു. നമുക്കിപ്പോ പരസ്പരം അറിയത്തില്ല. സർപ്രൈസ് ആണ്. ഓക്കെ, അപ്പൊ ആ സർപ്രൈസ് നമുക്ക് ഇന്നിപ്പോ പൊളിക്കാം. ആദ്യം നമുക്ക് റൊമാൻറ്റിക് ആയ ഉണ്ണിച്ചേട്ടന്റെ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാം. ചേച്ചിക്ക് എന്താണ് ഉണ്ണിച്ചേട്ടൻ കൊടുക്കാൻ പറ്റുക? ആക്ച്വലി ഞാൻ അനവധി വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തത് ഒരു ആൽബ വാച്ച് ആയിരുന്നു. ഇത് ടൈറ്റാന്റെ രാഗ വാച്ച് ആണ്. കോളേജ് പഠിക്കുമ്പോ വാച്ച് ടു റിമെമ്പർ ദാറ്റ്. She likes perfumes a lot. So I would like to give this also. Yeah, thank you so much. Thank you very much. ഭാര്യയുടെ ഇഷ്ടം അറിഞ്ഞ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് തന്നെ ഇപ്പോൾ ഒരെണ്ണം വാച്ചായിട്ട് വാങ്ങിക്കൊടുക്കുന്നു. ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം തന്നെ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നു. ഓക്കെ, ഇനി ചേച്ചി എന്താണ് നമ്മുടെ ഉണ്ണിച്ചേട്ടന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതെന്ന് അറിയാം. ഇതെന്റെ ഫേവറേറ്റ് പിക്ചറാണ്. ലോങ് ബാക്ക് എടുത്തിട്ടുള്ള പിക്ചറാണ്. ചേച്ചി, ഞാനൊരു കോംപ്ലിമെന്റ് തരട്ടെ. ചേച്ചിക്ക് പഴയ സിമ്രന്റെ ഒരു കട്ടുണ്ട്. ആ ഫോട്ടോയിലാണോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഉണ്ണിച്ചേട്ടൻ എന്താ മോശം? അതെ, അല്ല, ഞാൻ എനിക്ക് കട്ട് തോന്നിപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടോ. അതൊന്നും കാണല്ല. ഒരു ഉണ്ണിച്ചേട്ടൻ കാണിച്ചു കൊടുക്കുന്നത് നോക്കിയത്. രണ്ടുപേരും കാണാൻ എന്നാ ഒരു രസം. എന്നാണ് ഇങ്ങനെ. ഇനി ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്.
ഓ ഓ ഓ ഓ ഇയർപോഡ്സ്. അതെ, താങ്ക് യു. നൈസ്. പാട്ട് പാടുന്ന ആളുകൾക്ക് അതാണ് ഏറ്റവും അത്യാവശ്യം. എപ്പോഴും സോങ് കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഫുൾ ടൈം. ഇനിയും അനവധി വർഷങ്ങൾ കഴിഞ്ഞാലും ഓർമ്മിക്കാവുന്ന നല്ല മൂമെന്റ്സ് തന്നു പോ മീനാക്ഷിയും ഡേനും കൂടിയിട്ട്. താങ്ക് യു വെരി മച്ച് ബോത്ത് ഓഫ് യു ആൻഡ് ഓൾസോ ടു ഫ്ലവേഴ്സ് ടിവി ഫോർ ഗിവിംഗ് ദിസ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്ക്. മധുചേട്ടനെയും ചേച്ചിയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉത്തരം തെറ്റി കഴിഞ്ഞാലും അപ്പുറത്തെ ആളിനെ ഒന്ന് സ്നേഹ കൂടുതൽ കാരണം അങ്ങനെ പറയണമെന്നില്ല. സത്യസന്ധമായിരിക്കണം ഉത്തരങ്ങൾ. ഓക്കെ, തീർച്ചയായിട്ടും ഉടായ്പ ഇറക്കരുത്. ഓക്കെ. ഓക്കെ, ആദ്യത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് ആര്? അയ്യോ, അവിടെ തന്നെ പോയി. മധുചേട്ടൻ പറയുന്നത് ചേച്ചിയാണെന്നാണ്, ചേച്ചി പറയും മധുചേട്ടനാണെന്നാണ്. മിക്ക ദിവസവും അവിടെ പാഴ്സൽ വരാറുണ്ട്. അപ്പൊ ഇത് ആരോ ഓർഡർ ചെയ്യുന്ന ദിവ്യാണ്. അയ്യോ, ചേച്ചി മധുചേട്ടൻ എന്താന്ന് വെച്ചാൽ ഈ ആസ്ട്രോ അങ്ങനത്തെ സംഭവങ്ങള് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ പേജസിൽ നിന്നും എല്ലാ ദിവസവും ഇങ്ങനെ വരാറുണ്ട്. ഇതാ ഇപ്പൊ തന്നെ ആമസോണിൽ നിന്ന് ആള് വന്ന് മധുചേട്ടനെ അതൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമേ ഇലക്ട്രോണിക് അത്രയൊക്കെ വാങ്ങാറുള്ളൂ അല്ലേ? എക്സ്പെൻസീവ് ആയിട്ട് ആരാ വാങ്ങുന്നത്? മത്സരട്ടെ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുതിയൊരു ടൈമാണല്ലോ തന്ത വൈബ്. അതേപോലെ കൂടുതൽ തന്ത വൈബ് അല്ലെങ്കിൽ തള്ള വൈബ് ആയിട്ടുള്ളത് ആരാണ് വീട്ടിൽ? ആ ടൈം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടാ. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴഞ്ചൻ ചിന്തകളിലോടൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നത്. അതെന്താ ചേട്ടാ തന്ത വൈബായത്? തന്തയായല്ലോ, കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? അല്ല, എന്നാലും ചേച്ചിക്ക് മധുചേട്ടൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതേപോലത്തെ ചിന്താഗതിയിൽ തന്നെയാണോ നിൽക്കുന്നത് എന്ന്? തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, കുളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കില് ഈ കാർപ്പറ്റ് മാറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ചവിട്ടാണ്ട് ചാടി അതുപോലെ എവിടെയും തൊടാതെ നേരെ പൂജാമുറി പോയി അങ്ങനെ ഭയങ്കര ശുദ്ധ നോക്കലും. ഓക്കെ, അത് ഉള്ളീന്ന് വന്നൊരു വിഷമായിരുന്നു ചേച്ചിയുടെ. കുറെ നാളായിട്ട് പറയണമെന്ന് വെച്ചിരുന്നത്. കൂട്ടത്തിൽ OCD ഉള്ള ആളാരാണ്? ഓഹോ, മധുചേട്ടൻ കുളി കഴിഞ്ഞാൽ മാത്രമേ മധുചേട്ടാ എന്തിലൊക്കെയാണ് OCD കൂടുതൽ? ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതവിടെ തിരിച്ചുകൊണ്ട് വെക്കണം, വൃത്തിയായി കിടക്കണം. ഒരു സാധനം മിഠായി കഴിച്ചാൽ പോലും അതിന്റെ കവർ അവിടെ പാടില്ല. ബെഡ്ഷീറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിരിച്ചോണ്ടിരിക്കണം. ചേട്ടാ അതൊക്കെ വൃത്തിയാ ചേട്ടാ. അതെ, ചേട്ടൻ താഴെയൊക്കെ ആക്കിട്ടാണോ ഫുഡ് കഴിക്കാൻ? കുറച്ചൊക്കെ അബദ്ധവശാൽ താഴെ വീഴുമല്ലോ, എന്നിട്ട് അത് എടുക്കാതെ പോവല്ലേ? ഞാൻ പേടിച്ച് അതുകൊണ്ട് ഞാൻ തന്നെ അത് പേടിച്ചിട്ടെടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കൂട്ടത്തില് കുട്ടികളുടെ ഫേവറേറ്റ് ആരാണ്? ചേച്ചിയാണോ? ചേച്ചിയാണ്. പക്ഷെ ഇവിടെ ടോപ്പ് സിംഗറിൽ വരുമ്പോ മധുചേട്ടനാണല്ലോ. അമ്മയുടെ കുട്ടികളാണോ രണ്ടുപേരും? രണ്ടുപേരും അതെ. മധുചേട്ടൻ അതിലൊരു ദുഃഖമുണ്ടോ? ഇല്ലാണ്ടില്ല, ഉറപ്പായിട്ടും. അത് അമ്മ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അമ്മയോട് ഒരു ഇഷ്ടം എന്നാണ് പൊതുവെ തോന്നുന്നത്? ആൺകുട്ടികൾക്ക് അമ്മയോടായിരിക്കും കുറച്ച് ഇഷ്ടം കൂടുതൽ. അതുകൊണ്ടല്ലേ ഇത് എല്ലാവരും ഞാനൊരു മൂന്നാമതൊരു പെൺകുട്ടി വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് നടന്നു എന്നല്ലാതെ ഒരു പ്രയോജനം വന്ന ചോദ്യം ഇറങ്ങിപ്പോയി. മധുചേട്ടൻ ഉണ്ടാവാൻ പോകുന്ന പെങ്കൊച്ചിന് പേര് വരെ കണ്ടുവച്ചിട്ടുണ്ട് ഇല്ലേ? ശരിയല്ലേ? അതെ അതെ. എന്താ പേരെന്നൊന്ന് പറയാം. ഭദ്ര. പേരാട്ടോ. ദിവ്യക്കും അതായിരുന്നു ആഗ്രഹം, പക്ഷെ എന്ത് ചെയ്യാം, പേര് മാത്രം ആലോചിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. മൂത്തമോൻ കെട്ടാറായോ? കെട്ടാറായിട്ടുണ്ട്. ഇനിയിപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചേട്ടാ, കുഴപ്പമില്ല. അതെ. ഓക്കെ, ബെസ്റ്റ് സീക്രട്ട് കീപ്പർ ആരാണ് കൂട്ടത്തില്? ഒരു രഹസ്യം പറഞ്ഞാൽ ആരോടും പറയാതെ സൂക്ഷിച്ച് വെക്കും. ചേച്ചിയാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ 5 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ചെറിയ റിക്വസ്റ്റ് കൂടി കൊടുത്തിട്ട് നമുക്ക് ഈ ഗെയിം അവസാനിപ്പിക്കാം അല്ലേ? ഞങ്ങക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് ഒരുമിച്ച് പാടണം എന്നൊരു ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ, വേറെ അല്ല 4 പേര്.
എത്ര കണ്ടാലും മതി വരില്ലല്ലോ നിന്റെ നീലാചന്തം. പിന്നിൽ നിന്നെന്റെ കണ്ണു പൊത്തുമ്പോൾ എന്നെ മറന്നു ഞാൻ. നീലാമ്പൽ തേടി നമ്മൾ പന്തലഞ്ഞപ്പോൾ നീ തണ്ടുലഞ്ഞൊരാമ്പൽ പൂവായി നിന്നപ്പോൾ വരിവണ്ടായി ഞാൻ മോഹിച്ചു. നിൻ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ. നൈർമല്യമായി ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി. അയ്യോ നല്ല രസമുണ്ടായിരുന്നു. ചേച്ചി എങ്ങനെയാണ് ഇത്ര സുന്ദരിയായിട്ടിരിക്കാൻ പറ്റുന്നത്? പാട്ട് പാടുമ്പോൾ ചമ്മുമ്പോഴും ആ സൗന്ദര്യം വിടാതെ എങ്ങനെയാണ് നിൽക്കാൻ പറ്റുന്നത്? ഞാൻ ചേച്ചിയെ അഡ്മയർ ചെയ്തോണ്ട് നിൽക്കായിരുന്നു ഇവിടെ. നമ്മൾ വളർത്തിയതിന്റെ ഗുണം. ഓക്കെ, എന്തായാലും ഗംഭീരായിരുന്നു. താങ്ക് യു മത്സേട്ടാ. താങ്ക് യു ചേച്ചി. താങ്ക് യു. അപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു. Okay. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. Thank you. ലെറ്റ്സ് വെൽക്കം യുവ ആൻഡ് മൃദുല. മൃദുല. എന്തൊക്കെയുണ്ട്, സുഖാണോ? അടിപൊളി. നമ്മള് ഇവരെ സ്വാഗതം ചെയ്തപ്പോഴൊക്കെ മുൻപൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിയല് കപ്പിളായിരുന്നു, ഇപ്പൊ റിയൽ ലൈഫിൽ കപ്പിളാണ് എന്നാണ്. അതെ, അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലേ, ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയല്ലേ മീനാക്ഷി. ഒരു പരിപാടി അവതരിപ്പിച്ചോണ്ടിരിക്കല്ലേ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അത് ഡെയ്ന. ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ അഭിനയിച്ചിട്ടില്ല. അഭിനയിക്കാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ജീവിതത്തിൽ പോലും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഒരു കള്ള് ഷാപ്പിലാണ്. അവിചാരിതമായി കണ്ടുമുട്ടിയതല്ല കള്ള് ഷോപ്പില്. പ്ലാൻഡ് ആയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിൽ പോയതാണ്. ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞാനും നടത്താറുണ്ട്, എനിക്ക് മനസ്സിലാവും ഷാപ്പിലെ ഗാദറിംഗ്. മാത്രല്ല എന്റെ ബ്രോ ആയിരുന്നു. എങ്ങനെ? എന്നെ ആദ്യം ബ്രോ എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്ന ആള്. ബ്രോ ആ ഒരു രീതിയിലാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്താണ് അല്ലേ ഏട്ടാ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ചോദിച്ചു, നിങ്ങക്ക് കല്യാണം കഴിച്ചൂടെ, വീട്ടിൽ കല്യാണം ആലോചിക്കുന്നില്ല? ഇവിടെ ഞങ്ങളുടെ കൂടെ കുറെ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നില്ല. ലവ് മാരേജ് അല്ല ഞങ്ങള്. അപ്പൊ അവര് ചോദിച്ചപ്പോ ഞങ്ങൾ എന്നാ സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നാ നമുക്ക് കെട്ടിയാലോ? ഏത് ഷാപ്പിലിരുന്നിട്ട്? അല്ല, ഷാപ്പിലിരുന്നിട്ടില്ല. അതിനുശേഷം വീണ്ടും ടുഗദർ ഇടക്കിടക്ക് നടക്കുന്നില്ല. ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ 5 വർഷം ആവണോ? 4 4 കഴിഞ്ഞു. ഓക്കേ. ഓഹോ. അല്ല, അപ്പൊ നമുക്ക് ഈ 5 വർഷത്തിന്റെ സന്തോഷം ഒന്ന് പങ്കിടണ്ടേ? സമ്മാനം വാങ്ങിച്ചിട്ടില്ലേ രണ്ടുപേരും? ഉറപ്പായിട്ടും വാങ്ങിച്ചിട്ടുണ്ട്. പരസ്പരം അറിയോ ഗിഫ്റ്റ് വാങ്ങിയത്? ആക്ച്വലി ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. എന്താണെന്നുള്ളത് അറിയില്ല. മൃദുലയ്ക്ക് അറിയാം ഞാൻ മേടിച്ച ഗിഫ്റ്റ് എന്താണെന്നുള്ളത്, പക്ഷെ എനിക്കറിയില്ല ഇവള് മേടിച്ച ഗിഫ്റ്റ് എന്താണ്. ഓക്കെ, അത് സർപ്രൈസ്. ഓക്കെ. പെട്ടി കണ്ടിട്ട് എന്ത് തോന്നുന്നു? അവൻ പെട്ടി കണ്ടിട്ട് എന്തോ വിലയേറിയ ഗിഫ്റ്റ് ആണെന്നാണ് എന്റെ ഒരു നിഗമനം. ശരിയാ, ചെറിയ പെട്ടിയിൽ എപ്പോഴും വില കൂടിയ സാധനങ്ങളായിരിക്കും. പ്രതീക്ഷിക്കണ്ട. അല്ലേമോ? ഇല്ല ഏട്ടാ, ഏട്ടന് ഇത് ഇഷ്ടാകും. ആണോ? വില കൂടുതലും ഒന്നില്ല ഏട്ടന് തരാൻ സ്നേഹം മാത്രമേ ഉള്ളൂ. അതെന്താ സൗണ്ട് ട്രീറ്റ് വിലയിലൊക്കെ എന്തിരിക്കുന്നു? വിലയിലൊന്നൊന്നുമില്ല, നമ്മളെ കൊടുക്കുന്ന ആളുടെ മനസ്സിലാണ് കാര്യം. അതെ അതെ. ഹായ് മൃദുല, ഞാൻ கிருஷ்ணன். நான் என்ன சொல்லி நீ அவ்வளவு அழகு. நீங்க எவ்வளவு அழகா இவ்வளவு அழகா யாரும் பார்த்துக்க மாட்டாங்க. And I'm in love with you. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ധ്വനിയുടെ അച്ഛനായ എൻ്റെ ഉണ്ണിയേട്ടന് എൻ്റെ സ്നേഹം ഞാൻ ഇവിടെ എക്സ്പ്രസ് ചെയ്യാണ്. സോ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ ഉണ്ണിയേട്ടൻ തന്നെ എൻ്റെ ഹസ്ബൻഡായിട്ട് വരിക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ധ്വനീനെ പോലെ എൻ്റെ മോനെ പോലെയാണ് എനിക്ക് എൻ്റെ ഏട്ടൻ. ലവ് യു. താങ്ക് യു. കൊടുത്തില്ല. ഇവരൊക്കെ കൂടി ഞങ്ങളെ കരയും. ഞാൻ ഇങ്ങനെ സിംഗിൾ ആയിട്ട് മുരടിച്ചു പോകത്തേ ഉള്ളൂ. യുവ ഗിഫ്റ്റ്
ഗിഫ്റ്റ് ആയി കൊടുത്തിരിക്കുന്നത് ഒരു ഷൂസ് ആണ്. വളരെ സിംബോളിക് ആയിട്ട് ഞാൻ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. അതായത് എന്റെ ഓരോ ചുവടും തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. എന്റെ സിംബോളിക്. ഓക്കെ. കാരണം അവള് തെറ്റിച്ചാലേ എനിക്ക് അവളെ തിരുത്താൻ പറ്റുള്ളൂ. എനിക്ക് തിരുത്തുന്നു. അതാണ് അല്ല, ഓരോ ചുവടിലും അല്ല നിന്റെ ഓരോ സ്റ്റെപ്പിലും ഞാൻ കൂടെ ഉണ്ട്. അതാണ് ഞാൻ വെറുതെ ഒരു രസത്തിന് പറഞ്ഞുള്ളൂ, തെറ്റിക്കാനല്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം അതാണ്. ഇത് ഓപ്പൺ ചെയ്യണം. ഫോർ മൈ ഹബ്ബി. ഒരു കീ ചെയിൻ ആണ്. ഫോർ മൈ ഹബ്ബി. Drive me and Dhanu are waiting for you. അടിപൊളി കേട്ടോ. സ്പീഡിലൊന്നും വണ്ടി ഓടിക്കരുത്. That's so sweet. അതൊരു ഭയങ്കര ക്യൂട്ട് ആൻഡ് ഒരു സ്വീറ്റ് ജെസ്റ്റർ ആണ്. അതായത് നമ്മള് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഇങ്ങനെ ഇടയ്ക്ക് കാണാം, പിള്ളേർ ഫോട്ടോയും ഒക്കെ ആയിട്ട്. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാ ഷൂട്ടിന് വേണ്ടിയിട്ട്. സോ ഞങ്ങളിവിടെ വീട്ടിലുണ്ട്, സേഫ് ആയിട്ട് എത്തുക. താങ്ക് യു. അപ്പൊ പ്രേക്ഷകരെ ഇവിടെ ഒരു വൻ കളക്ഷൻ ആണുള്ളത്. യെസ്, അതായത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസറായ അനശ്വര ജ്വല്ലേഴ്സിന്റെ ഡയമണ്ട്, ഗോൾഡ് ആൻഡ് സിൽവർ കളക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ശേഖരം നമ്മൾ ഇവിടെ വെക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ ടാസ്ക് ആണ്. ഒരു ടാസ്കിലേക്ക് കിടക്കുകയാണ്. അതെ, നമ്മൾ നേരത്തെ നമ്മുടെ ഒറിജിനൽ കപ്പിളിന്റെ മനപ്പൊരുത്തം ഒക്കെ നമ്മൾ കേട്ടല്ലോ. ഇനി റിയൽ കപ്പിളിന്റെ മനപ്പൊരുത്തം എത്രയുണ്ടെന്ന് നമുക്കറിയാം. അത് ഈ ടാസ്കിലൂടെ അറിയണം. അതിന് വേണ്ടിയിട്ട് 2 പേരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഖമോ ദേവി സീരിയലിലെ റിയൽ കപ്പിളായ വിഷ്ണു ആൻഡ് സുഷ്മിത. വെൽക്കം. അപ്പൊ ഒരു ചെറിയൊരു ടാസ്ക്. അതെ, വിഷ്ണുവിന് ഈ ജുവൽസ് ഒക്കെ കണ്ട് നല്ല പരിചയം കാണുമല്ലോ. ഓൾറെഡി നമ്മളൊരു ചെറിയ ടാസ്ക് ചെയ്തിട്ടുണ്ടല്ലോ. പരിചയമുണ്ട്. സുഷ്മിത അറിയാതെ വിഷ്ണു ഒരു കാര്യം ഒപ്പിച്ചു. ഈ ഇത് തുടങ്ങുന്നതിന് മുൻപേ പുറത്ത് വെച്ചിട്ട് നമ്മളൊരു ഗെയിം കണ്ടക്ട് ചെയ്തിരുന്നു. അതായത് വിഷ്ണു ഈ കൂട്ടത്തിൽ നിന്ന് ഒരു മാല ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പൊരുത്തം എത്രയാണെന്ന് നമുക്കറിയണം. റീലിൽ കാണുന്ന പൊരുത്തം ഉണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോ അതേ മാല സുഷ്മിത സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 മാർക്ക്. ഏത് മാലയായിരിക്കും വിഷ്ണു ചൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഒന്ന് കറക്കി കുത്തിയിട്ട് പറയാം. കൗണ്ട് ഡൗൺ തുടങ്ങി. 10 9 8 അത് സെക്കൻഡ് വൺ. കൺഫേം. ലേലുറപ്പിക്കുക. 1 തരം, 2 തരം, 3 തരം. ഓക്കെ, വീഡിയോ പ്ലീസ്. ഇതിപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. എനിക്കൊന്നു സുസ്മിത ഈ ഫോട്ടോഷൂട്ടിനും ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക, കുറച്ച് ഹെവിയായ സംഭവങ്ങളൊക്കെ ആണെങ്കിലും ആസ് എ പേഴ്സൺ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഒരു ഓർണമെൻ്റ് ആയിരിക്കും ചൂസ് ചെയ്യുക. സോ എനിക്ക് തോന്നുന്നു ഇതായിരിക്കുന്നു. ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണെന്ന് പറഞ്ഞു. അല്ല, അടുത്തന്നെ ഉണ്ട്, കുഴപ്പമില്ല. അടുത്തുണ്ട്, തൊട്ടപ്പുറത്തുണ്ട്. ശരി, എന്നാ വിഷ്ണു സെലക്ട് ചെയ്ത ആ ഒരെണ്ണം നമുക്ക് സുഷ്മിതയ്ക്ക് ഒന്ന് അണിയിച്ചു കൊടുത്താലോ? ഓക്കെ. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട അല്ലേ? അതെ. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് നന്നായിട്ട് ചേർന്നത്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അൺബോർഡ് വാലന്റൈൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആയ അനശ്വര ജ്വല്ലേഴ്സിന്റെ ഓണേഴ്സ് 2 പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം അനുരാജ് ആൻഡ് പ്രീന. ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന കാലമായിരുന്നു കൊറോണ ലോക്ക്ഡൌൺ കാലഘട്ടം. ആ സമയത്ത് വിവിധ വീഡിയോ പ്ലാറ്റ്ഫോമുകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരായി മാറിയ അനുരാജും പ്രീണയും സ്ക്രീനുകളിലെ നിറസാന്നിധ്യമാകുന്നതിന് മുൻപേ തന്നെ 50 വർഷത്തെ പാരമ്പര്യമുള്ള അടൂരിലെ അനശ്വര ജ്വല്ലറിയുടെ ഉടമകൾ കൂടിയായിരുന്ന ഇവർക്ക് ഫ്ലവേഴ്സ് ഫാമിലിയുടെ വാലന്റൈൻസ് ആഘോഷമായ അൺബോർഡ് വാലന്റൈൻ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. അടൂരിലെ എല്ലാവർക്കും സുഖമാണല്ലോ? അതെ, സുഖമാണ് സാർ. സാറിന് അടൂർ എന്തോ ഒരു ബന്ധമില്ലേ? അടൂരേ ബന്ധമുള്ളൂ നമുക്ക്. ഏറ്റവും കൂടുതൽ വാർത്തകൾ ഇപ്പൊ പറയുന്ന അടൂരിനെ കുറിച്ചല്ലേ? ഇപ്പൊ ബാക്കി ഞാൻ പറയുന്നില്ല. യൂട്യൂബേഴ്സ് വരുന്ന കപ്പിളായിട്ട് ആദ്യത്തെ കുറച്ച് പേരില് നമ്മളായിരുന്നു. ജൂവലറി ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ 50ാമത്തെ വർഷമായത്.
ഇത് അനശ്വര തുടങ്ങിയത് 50 കൊല്ലമായി. ഹസ്ബൻഡ് ഫാമിലിയുടെ ബിസിനസ്സാണ്. ആ. അതിപ്പോ നമ്മളാണ് കൂടുതലായിട്ടും നോക്കി നടത്തുന്നത്. അതുകൊണ്ട് അപ്പൊ കഴിഞ്ഞ- ഇതിലേക്ക് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും എന്നുള്ളത് കൊണ്ട് ഇതിലോട്ട് ഫുൾ ഫോക്കസ് കൊടുത്തു. അതെ. അതെ അപ്പൊ ഹസ്ബൻഡിന്റെ കൂടെ എപ്പോഴും ഇവിടെ ജ്വല്ലറിയിലുണ്ടോ? ഉണ്ട്. എനിക്ക് സന്തോഷമായി. സർ, ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ മാല കണ്ടോ? അതാ ഈ മാല, കമ്മല്, ഈ കയ്യിലിട്ടിരിക്കുന്ന ബ്രേസ്ലെറ്റ് എല്ലാം അനശ്വര ജ്വല്ലറി എന്നാണ്. അവരെനിക്ക് ഇന്ന് സ്പോൺസർ ചെയ്തതാണ്. നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് അനശ്വര ജ്വല്ലറി സ്പോൺസർ ചെയ്ത ഓർണമെന്റ്സ് ആണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു സർ. ഇത് വന്നപ്പോഴാണ് ഒരു ഭംഗി വന്നത് അല്ലെ മീനാക്ഷി? എന്തോ ഒരു കുറവ് ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ അത് അവൻ അടുത്ത് വന്നോണ്ടായിരുന്നു സർ. അതല്ല, ഈ ദിവസം അനശ്വരമായി. അതെ. ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവർക്കൊരു ചാലഞ്ച് കൊടുക്കാണ്. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല, വാലന്റൈൻസ് ഡേ ഒക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ തന്നെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും സെല് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഇന്ന് കൊടുക്കാണ് സർ. അത് ഹൃദയം ഹൃദയം ആര് വിൽക്കും? പ്രീണ അനുരാജിന് വിൽക്കും, അനുരാജ് പ്രീണയ്ക്ക് വിൽക്കും. നമ്മൾ അതിന് ഒരു 2 ഹാർട്ട് എടുക്കുന്നുണ്ട്. എടുക്കും. അതായത് ബിസിനസ് ഡയലോഗുകൾ, ടോക്കുകൾ അതുവഴി നമ്മൾ ഈ ഹാർട്ട് കൊടുക്കണം. ഓക്കെ, ഇതാണ് ആ ഹാർട്ട്. ഇതിനിടയ്ക്ക് ഫ്ലവേഴ്സിൽ ഇതിന്റെ പരസ്യം വരും, അത് നിങ്ങൾ തന്നെ പറയണം. എന്തൊക്കെയാണ് പ്രീണയുടെ ഹാർട്ടിന്റെ പ്രത്യേകതകൾ? എന്റെ ഹാർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഒരു സിംഗിൾ ഓണർ ആണ്. അപ്പൊ ഈ ഒരു സിംഗിൾ ഓണർ ഹാർട്ട് സ്വീകരിക്കാൻ അങ്ങ് തയ്യാറാവണം. അതാണ് എന്റെ റിക്വസ്റ്റ്. അപ്പൊ എന്റെ കാര്യം പറയണോ അതോ പിന്നെ വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? താങ്കളുടേത് എനിക്കിപ്പം വാങ്ങിക്കാൻ അതിന്റെ ക്വാളിറ്റി എന്താന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. എന്റെ ഇതിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. താങ്കളുടെ ക്വാളിറ്റി ഇത് ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഹൃദയവും എനിക്ക് അച്ഛനും അമ്മയുടെ ചെയ്തു തന്നതാണ്. ഇത് 916 ആണ്. ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ, ഏറ്റവും പ്യൂർ ആണ്. 22. സിംഗിൾ ഓണർ ആണോ? അതെ, സിംഗിൾ. ഒരു കൈ നോക്കാം, പക്ഷെ അതൊന്നും പോരാ. എന്റെ ഈ ഹാർട്ട് വളരെ സ്പെഷ്യൽ ആണ്. ഇത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇതും കണ്ടില്ലേ, കറക്റ്റ് ഹാർട്ട് ആയിട്ട് തന്നെ ഇരിക്കുന്നു. താങ്കൾക്കൊരു ജ്വല്ലറി ഇല്ലേ? അതെ. അവിടെ ഡയമണ്ട്സ് വിൽക്കുന്നില്ലേ? ഉണ്ട്. അവിടെ 95% അല്ലേ എക്സ്ചേഞ്ച് വാല്യൂ ഉള്ളത് ഡയമണ്ട്സിന്? അതെ. ഇത് 100% ആണോ? 90% ക്യാഷ് ബാക്ക് വാല്യൂ ഉണ്ടല്ലോ. അതെ. അപ്പോ ഇതിന് ഞാൻ 110% ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്, റിട്ടേൺ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ലവ് അത്രത്തോളം 110% ഇത് പർച്ചേസ് ചെയ്താൽ കിട്ടും. ഞാൻ സ്വീകരിച്ചോട്ടെ? സർ, ഇവരുടെ ജ്വല്ലറി 50 വർഷം പോയതിൽ ഒട്ടും നമുക്ക് അത്ഭുതപ്പെടാനില്ല. എല്ലാവരും ബിസിനസ് ഇവിടെ ഹൃദയം വിൽക്കാൻ പറഞ്ഞപ്പോ ജ്വല്ലറിയുടെ പ്രൊമോഷനും ഇത് കേട്ടല്ലോ. പ്രേക്ഷകരെ, അൺബോർഡ് വാലന്റൈൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഇനി 2 ഗസ്റ്റുകളെ, ചില്ലറക്കാരല്ല, അതെ, അത് വൈറൽ താരങ്ങളാണ്. യെസ്, നമ്മുടെ ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് പോലെ അവരും ഇപ്പൊ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കപ്പിളിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് അവരുടെ ഒരു വീഡിയോ, ചെറിയ വീഡിയോ ഉണ്ട്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണയൊക്കെ കിട്ടും. യെസ്, ഓക്കെ, വീഡിയോ പ്ലീസ്. വീഡിയോ. ഹലോ. ഇന്ന് ഞങ്ങള് വിചാരിച്ച പോലെ പെട്ടെന്ന് തീർന്നുപോയി. ഞങ്ങള് 4 മണി 4:15 ഇവിടെ എത്തി. കൊറേ ക്വാണ്ടിറ്റി കൊണ്ടുവന്നേക്കാളും കേരളം മുഴുവൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ദമ്പതികൾ, സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം വലിയ പ്രചോദനമായ കപ്പിൾസ്. ഇറാനി ചായയും ബൺ മസ്കയും കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ ഭാര്യയും ഭർത്താവും വിദേശവാസം അവസാനിപ്പിച്ച് ഒരു ചെറിയ സംരംഭത്തെ വൻ വിജയത്തിലേക്ക് ഉയർത്തിയ ദ വൺ ആൻഡ് ഓൺലി ചായ കപ്പിൾസ്. ഫ്ലവേഴ്സ് ഫാമിലിയുടെ വാലന്റൈൻസ് ഡേ ആഘോഷമായ അൺബോർഡ് വാലന്റൈനിലേക്ക് സ്വാഗതം. നമസ്കാരം, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. സുഖാണോ? നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയില്? ഓക്കെ, അതിന്റെ ടെൻഷൻ ആണോ എക്സൈറ്റ്മെന്റ് ആണോ? ടെൻഷനാണ് കൂടുതൽ. ഓക്കെ, ബിസിനസ് ചെയ്യുന്നതാണോ നല്ല എളുപ്പപ്പണി, അതോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതാണോ എളുപ്പപ്പണി? എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നതാണ് നല്ലത് അല്ലേ? ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായോണ്ട് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ ആയിരുന്നു ഈ ഐഡിയ? അതൊരു മിക്സ്ഡ് ആയിരുന്നു. അതായത് ശരൺ ആദ്യം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി അബ്രോഡ് ആയിരുന്നു. അപ്പൊ അവിടെ എന്നിട്ട് 2 വർഷം കല്യാണം കഴിഞ്ഞ് നേരെ അബ്രോഡാ പോയത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്താണ്
എന്തിനാണ് നമ്മളിങ്ങനെ ദൂരത്ത് ഒരുമിച്ച് നിൽക്കണ്ടേ? അപ്പം 2 വർഷം എന്തായാലും അവിടെ നിൽക്കണം. മാസ്റ്റേഴ്സ് ചെയ്യായിരുന്നു. ഓക്കെ, രണ്ടുപേരും എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. കോളേജിൽ ഒരുമിച്ചായിരുന്നു. നാട്ടിൽ പരിചയപ്പെട്ടു. ഏത് കോളേജില്? ഇവിടെ ചിന്മേല പഠിച്ചത്. ഓക്കെ, അവിടെ നിന്ന് ഫ്രണ്ട്സായി. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി, ക്ലോസ് ഫ്രണ്ട്സ് ആയി കോളേജിൽ പഠിക്കുമ്പോ. പിന്നെ ലൈഫ് പാർട്ട്നേഴ്സ് ആയി, ഇപ്പൊ ബിസിനസ് പാർട്ട്നേഴ്സ് ആയി. ഓക്കെ, അപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ അബ്രോഡ് പോയി. ഓക്കെ, അവിടെ നിന്ന് തിരിച്ചെത്തി. അവിടെ നിൽക്കുമ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് ആണല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരുമിച്ച് ചെയ്യും. ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹോം സിക്ക് ആണ്. ഇപ്പൊ ഈ ദൂരത്ത് പോയി നിൽക്കുമ്പോൾ വീട്ടുകാരും ഇല്ല, ഫ്രണ്ട്സും ഇല്ല. അപ്പൊ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ 2 വർഷം മൊത്തം പ്ലാനിങ് ആയിരുന്നു. ഓരോ ഐഡിയാസ് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ശരണ ആക്ച്വലി 1 ഇയർ മുമ്പ് നാട്ടിലേക്ക് എത്തി. അപ്പൊ ആള് എന്റെ പിന്നിലുള്ള ലൈസൻസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തപ്പിയടക്കായിരുന്നു. ഞാൻ ഫുഡ് തന്നെയായിരുന്നു, പക്ഷെ എന്താന്ന് അപ്പോഴും ഐഡിയ ഇല്ലായിരുന്നു. കാരണം കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ ഞാൻ സെപ്റ്റംബറിൽ എന്റെ ഗ്രാജുവേഷന്റെ ടൈം ആയിരുന്നു. ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര റാൻഡം ആയിരുന്നു. തലേ ദിവസം ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ശരണ ഇങ്ങനെ പറയുന്നുണ്ട്, ചായ കൊടുത്താലോ? കാരണം എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ കറങ്ങി നടന്ന് ചായ കുടിക്കും. ഏത് പുതിയ സ്പോട്ട് ഉണ്ടെങ്കിലും ചായ കുടിക്കാൻ പോകും. രാത്രി ആകുമ്പോൾ ഫ്രണ്ട്സ് ഇറങ്ങും. അവരിങ്ങനെ വരും, കൊണ്ടുപോകും, ചായ കുടിക്കും. അതാ പരിപാടി. അപ്പം എവിടെ പോയാലും ആ ഒരു എന്തോ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് അതിൽ ഇല്ല. യൂഷ്വലി കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ചായ പോലെ, നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ചായ പോലെ ഇല്ല. അപ്പം എന്തോ ഒരു വിശ്വാസം, നല്ലൊരു ചായ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ശരി, അപ്പൊ എന്തായാലും ഞങ്ങൾക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. പ്രേക്ഷകരെ സാക്ഷിയാക്കി നമുക്ക് ഒരേ ചായയും ബൺമസ്കി അടിച്ചാലോ? എന്ത് പറയുന്നു? ഓക്കെ. വാതിലിൽ കാതോർത്തു നീ നിന്നിലേ, പാതിയിൽ പാടാത്തൊരാ തേനൂരിടും നിശലായ. വാതിലിൽ കാതോർത്തു നീ നിന്നിലേ. നമുക്കൊരു സോളോ പെർഫോമൻസ് ആയാലോ? ഒറ്റയ്ക്ക് വന്ന് ഈ കാടിളക്കണെങ്കിൽ ഒരൊറ്റ കൊമ്പനെ പറ്റൂ. അതെ, അതാരാ? നമ്മുടെ സ്വന്തം മധുചേട്ടൻ. സുന്ദരിത്തുമ്പി ചെമ്പകക്കൊമ്പിൽ ചൂളം മൂളാൻ വാ. സുന്ദരിത്തുമ്പി ചെമ്പകക്കൊമ്പിൽ ചൂളം മൂളാൻ വാ. മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിലെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാഴി. സുന്ദരിത്തുമ്പി ചെമ്പകക്കൊമ്പിൽ ചൂളം മൂളാൻ വാ. പൂത്തുകുളിരുമി താഴ്വാരം കോലമയിൽ പിളിയൊഴിയും മാറ്റോരം ചന്തമുള്ള പന്തലൊരുക്കണതാര്. താഴെ ജാതിമല്ലി പൂത്തുകുളിരുമി താഴ്വാരം കോലമയിൽ പിളിയൊഴിയും മാറ്റോരം ചന്തമുള്ള പന്തലൊരുക്കണതാര്. തൊട്ടാവാടി തത്തേ നിന്നെ കെട്ടാൻ പോവണതാര്. ഇല്ലി കാട്ടിൽ മുല്ലത്തേരിൽ ചുറ്റും പൊന്നരിപ്രാവ്. ഒരാശാമരം പൂക്കുന്നുവോ ഞാനും നീയും മാത്രം കണ്ടു. സുന്ദരിത്തുമ്പി ചെമ്പകക്കൊമ്പിൽ ചൂളം മൂളാൻ വാ.
ദൂരെ വേളിക്കുയിൽ പാടിപ്പദം വന്ന പൂമ്പാട്ടായി കാത്തിരിക്കും ആമ്പൽ കുളക്കരയോരം വെള്ളിമൂകിൽ പട്ടുവിരിക്കണ നേരം ഇട്ടാവട്ട തമ്മിണിക്കൊപ്പിന്നൊത്തിരി നാട്ടിലയൂണ് ഇക്കിളി കൂട്ടും ചന്ദന തെന്നലിൽ ഇത്തിരി നാട്ടുനിലാവ് നിറതാരാട്ടിനായി നീലാംബരി ഞാനും നീയും മാത്രം കേട്ടോ സുൻ സുൻ സുന്ദരി തുമ്പി ചെമ്പകക്കൊമ്പിൽ സും സും ചുളം മുളാൻ വാ മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിലെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാഴി